ഹലോ ഗൈസ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഐ എം ബാക്ക് വിത്ത് അനദർ കുക്കിംഗ് വീഡിയോ. പിന്നെ നമുക്ക് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടോക്കിയാലോ. അപ്പോൾ കമോൺ, ഇവിടെ ഞാനൊരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ വെർട്ടിക്കലായി കട്ട് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുന്നുണ്ട്. സംഗതി കുറച്ച് എക്സ്ട്രാ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ അതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. നെക്സ്റ്റ് ടാസ്ക് കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലവർ, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ചൂടായതിനു ശേഷം എല്ലാം പൊരിച്ചെടുക്കുക. അപ്പോൾ ആ മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ മൊത്തം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സോസ് കൂടി റെഡിയാക്കണം. സോസിന് വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പ്, അതിലേക്ക് കുറച്ച് സോയാ സോസ്, ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ്, ഗ്രേവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഗ്രേവി കുറച്ച് തിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് സവാള, കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയൊരു മുളക്, നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ എടുക്കുക, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. സവാള, ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഓണിയൻ അത് മൂന്നും വല്ലാണ്ടൊന്നും വഴഞ്ഞു വരണ്ട. ഏകദേശം ഒരു കടിക്കാനുള്ളൊരു പാകത്തിനുള്ള രീതിയിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഫൈനൽ സെറ്റിംഗ് ആയിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുരുമുളക് അതുകൂടി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ മെയിൻ സാധനം, അതായത് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഞാൻ നേരത്തെ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടി അത് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡ് ഡിഷായിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചായൻ്റെ കൂടെ ഇതുപോലെ തന്നെയും സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.